ഹായ് എവ്രി വൺ. അപ്പോൾ SWCന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ യൂണിറ്റ് 4 വരെയുള്ള ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എടുക്കാനുള്ളത് യൂണിറ്റ് 5 ആണ്. അപ്പോൾ യൂണിറ്റ് 5ന്റെ ക്ലാസ് ആണ് ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 5 നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് കവർ ചെയ്യും. അപ്പൊ യൂണിറ്റ് 5 എന്ന് പറഞ്ഞാൽ എൻവിറോൺമെന്റൽ കൺസെപ്റ്റ്സ് ആണ് യൂണിറ്റ് 5 പറയുന്നത്. അതായത് അണ്ടർസ്റ്റാൻഡിങ് എൻവിറോൺമെന്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എൻവിറോൺമെന്റൽ കൺസെപ്റ്റിലെ സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത് എൻവിറോൺമെന്റ്, അറ്റ്മോസ്ഫിയർ, പൊള്യൂഷൻസ് ആയിട്ടുള്ള എയർ, വാട്ടർ, സൗണ്ട്, നാച്ചുറൽ റിസോഴ്സസ്, എയർ, വാട്ടർ, സോയിൽ, ഫോറസ്റ്റ്, ഡിസാസ്റ്റർ. ഈ സബ് ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ എൻവിറോൺമെന്റൽ കൺസെപ്റ്റ് എന്ന യൂണിറ്റിൽ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. സോ നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ യൂണിറ്റിന്റെ പേര് തന്നെ ആയിട്ടുള്ള എൻവിറോൺമെന്റ് ആണ്. അപ്പൊ എന്താണ് എൻവിറോൺമെന്റ്? ദ ടേം എൻവിറോൺമെന്റ് കംസ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് എൻവിറോൺ, മീനിങ് സറൗണ്ടിങ്. അപ്പോൾ ഫ്രഞ്ച് വാക്കായിട്ടുള്ള എൻവിറോൺ എന്ന വേർഡിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് എൻവിറോൺമെന്റ് എന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത്, വിച്ച് മീൻസ് സറൗണ്ടിങ്. സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട്. It refers to everything around us, including biotic factors such as humans, plants, animals, and microorganisms, as well as abiotic factors like air, water, soil, and light. In the essence, the environment is a combination of various elements that encompass both human beings and all other living organisms. അപ്പോൾ എൻവിറോൺമെന്റ് എന്ന് പറയുന്നാൽ എവറിത്തിങ് അറൌണ്ട് അസ്, നമ്മളുടെ ചുറ്റുമുള്ള എല്ലാ സംഭവത്തിനും, നമ്മളുടെ ചുറ്റും നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ ചുറ്റുപാടും. അപ്പൊ നമ്മളുടെ ചുറ്റുപാടും നമ്മുടെ സറൗണ്ടിൽ നമ്മൾ കണ്ടുവരുന്ന എല്ലാ സംഭവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്, വിച്ച് ഇൻക്ലൂഡ് ബയോട്ടിക് ഫാക്ടേഴ്സ് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. ബയോട്ടിക് ആയിട്ടുള്ള അബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബയോട്ടിക് എന്ന് പറയുന്നത് നമ്മൾ ലിവിങ് ഫാക്ടേഴ്സും, അബയോട്ടിക് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സ് ആണ് വരുന്നത്. അപ്പൊ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലിവിങ്, അതായത് നമ്മൾ എന്താ പറയാ ഹ്യൂമൻസ്, പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസം. അപ്പോൾ അതിന്റെ ബയോട്ടിക്കിന്റെ ഓപ്പോസിറ്റ് ആണ് അബയോട്ടിക് എന്ന് പറയുന്നത്, അതായത് നോൺ ലിവിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ലൈക്ക് എയർ, വാട്ടർ, സോയിൽ ആൻഡ് ലൈറ്റ്. അപ്പം ലിവിങ്ങും നോൺ ലിവിങ്ങും ആയിട്ടുള്ള സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മളുടെ അറൌണ്ട് അസ് ആയിട്ടുള്ള എവറിത്തിങ് അറൌണ്ട് അസ് ആണ് എന്തെന്ന് പറയുന്നത് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനിഷൻ ഓഫ് എൻവിറോൺമെന്റ്. അപ്പൊ എൻവിറോൺമെന്റിനെ കുറിച്ചിട്ട് കുറെ പേര് എന്ത് ചെയ്യുന്നു, കുറെ ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട്. കുറെ എൻവിറോൺമെന്റലിസ്റ്റും നാച്ചുറലിസ്റ്റും ഒക്കെ കുറെ എൻവിറോൺമെന്റ് പല രീതിയിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 2 ഡെഫിനിഷൻസ് ആണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കേന്റെതും CC പാർക്കിന്റെതും. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എൻവിറോൺമെന്റ് ഡിഫൈൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ ദ എൻറ്റയർ റേഞ്ച് ഓഫ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ആക്ടിങ് ഓൺ ആൻ ഓർഗാനിസം, ബോത്ത് ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ആൻഡ് ദ അതർ ഓർഗാനിസം. അപ്പം ഒരു ഓർഗാനിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ എൻ്റെ റേഞ്ച് ദാറ്റ് ബോത്ത് ക്യാൻ ബി ഫിസിക്കൽ ആൻഡ് ബയോളജി, ഫിസിക്കലും ബയോളജിക്കലും ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ എക്സ്റ്റേണലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ദാറ്റ് ആ എൻ്റെ റേഞ്ച് ഓഫ് തിങ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഫോഴ്സസ് ഓഫ് നാച്ചർ സറൗണ്ടഡ് ആൻഡ് ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിന്റെ ചുറ്റും നടക്കുന്ന സറൗണ്ടിങ് നടക്കുന്ന ഫോഴ്സ് ഓഫ് നാച്ചർ. CC പാർക്ക് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എൻവിറോൺമെന്റ് റെഫേഴ്സ് ടു ദ സം ടോട്ടൽ ഓഫ് ഓൾ കണ്ടീഷൻസ് വിച്ച് സറൗണ്ട് മാൻ അറ്റ് എ ഗിവൺ പോയിന്റ് ഇൻ സ്പേസ് ആൻഡ് ടൈം. ഒരു ഗിവൺ പോയിന്റ് ഇൻ സ്പേസ് ആൻഡ് ടൈമിന്റെ ഉള്ളിൽ ഒരു മാന്റെ സറൗണ്ട് ചെയ്തിട്ടുള്ള സം ഓഫ് ഓൾ കണ്ടീഷൻസ്, ഒരു മനുഷ്യന്റെ സറൗണ്ട് ചെയ്തിട്ടുള്ള എല്ലാ കണ്ടീഷൻസ് എന്താണെന്നാ പറഞ്ഞത് എൻവിറോൺമെന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ എൻവിറോൺമെന്റിനെ കുറിച്ച് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു. അടുത്ത ടോപ്പിക്കാണ് നമ്മളുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. സോ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ലെയർ ഓഫ് ഗ്യാസസ് സറൗണ്ടഡ് ദ എർത്ത് ദാറ്റ് സപ്പോർട്ട് ലൈഫ്. അപ്പൊ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ ലൈഫിന് സപ്പോർട്ട് ചെയ്യുന്ന ലെയർ ഓഫ് ഗ്യാസസ് ആണ് എന്തെന്ന് പറഞ്ഞത് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞത്. അറ്റ്മോസ്ഫിയർ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ലെയർ ഓഫ് ഗ്യാസസ് ആണ്. അതെന്ത് ചെയ്യുന്നു, നമ്മൾ ഭൂമിയിൽ നമ്മൾ പറഞ്ഞ പലതരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. നമ്മൾ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പല 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 തരത്തിലുള്ള ഗ്യാസസും എനർജിയൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ലെയർ ഓഫ് ഗ്യാസസ് ആണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. It is held near the surface of the earth by gravitational
എർത്ത് ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ. നമുക്കറിയാം എർത്തിന് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഭൂമിയുടെ ആ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനെ സർഫേസിൽ ഹെൽഡ് നിയർ ദ സർഫേസ് ഓഫ് പ്ലാനറ്റിന്റെ ആ സർഫേസിലാണ് എന്തുള്ളത്, ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞത് ഉള്ളത്. ബൗണ്ട് ടു ദി പ്ലാനറ്റ് ബൈ ഗ്രാവിറ്റി, ഇറ്റ് സ്ട്രെച്ചസ് ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റർ ഇൻ ടു സ്പേസ്. നമ്മുടെ സ്പേസിൽ നിന്ന് ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റർ സ്ട്രെച്ച് ആയി കിടക്കുന്ന ഒരു ഭാഗം കൂടിയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയർ ഈസ് എ ലെയർ ഓഫ് ഗ്യാസസ് എന്ന് പറയും. എന്തൊക്കെ ഗ്യാസസ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ നൈട്രജൻ, ഓക്സിജൻ, സ്മോൾ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ ആൻഡ് അതർ ഗ്യാസസ്. അപ്പൊ എന്തൊക്കെയുണ്ട്, നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പർ അതേപോലെ മറ്റു പല ഗ്യാസസും അടങ്ങിയിട്ടുള്ള ഒരു ലെയർ ആണ് എന്തെന്ന് പറഞ്ഞത്, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതിൽ നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കണ്ടുവരുന്നത്, 78%. The atmosphere is essential for life as it shields us from harmful solar radiation, maintains earth temperature balance and provide the air we need to breathe. അപ്പൊ എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സൂര്യനിൽ നിന്ന് പലതരത്തിലുള്ള റേസുകളും വരുന്നുണ്ട്. നമ്മൾ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള റേഡിയേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യനിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഹാർംഫുൾ ആയിട്ടുള്ള സോളാർ റേഡിയേഷൻ ഒരു ഷീൽഡായി മാറുകയും നമ്മൾ ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള എയർ പ്രൊവൈഡ് ചെയ്യുകയും എർത്തിന് ആവശ്യമുള്ള ഒരു ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യലൊക്കെ എന്താണ്, ഈ അറ്റ്മോസ്ഫിയറിന്റെ ഡ്യൂട്ടീസ് ആണ്. ഇതൊക്കെയാണ് അറ്റ്മോസ്ഫിയർ ചെയ്യുന്ന കാര്യങ്ങൾ. അതിന് അറ്റ്മോസ്ഫിയറിന്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയർ ഈസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ഗ്യാസ്. നമ്മൾ പറഞ്ഞു പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ഗ്യാസസ് ആണ് ദ ഷീൽഡ് ഓൾ ലൈഫ് ഓൺ എർത്ത്, keeping temperature within a relatively small range and blocking out harmful rays of the sunlight. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ലൈഫിന് എന്ത് ചെയ്യുന്ന ഒരു ഷീൽഡായിട്ട് മാറുന്നുണ്ട്. ഹാർംഫുൾ ആയിട്ടുള്ള റേസിനെ ബ്ലോക്ക് ചെയ്യുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്യാസസിന് അതിനെ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന, അതിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. അറ്റ്മോസ്ഫിയറിന്റെ ഫീച്ചേഴ്സ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ അതിൽ ഉള്ളൊരു കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള 4 ഫീച്ചേഴ്സ് ആണ്. Help retain the sun's heat and prevent it from escaping back into space. നമ്മൾ പറഞ്ഞു protect life from harmful radiation from the sun, plays a major role in earth water cycle, help keep the climate on earth moderate. അപ്പൊ ഇതൊക്കെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ലെയേഴ്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയർ എന്നുള്ളത് എന്താന്ന് പറഞ്ഞു, ലെയർ ഓഫ് ഗ്യാസസ് എന്ന് പറയാം. അപ്പൊ ഏതൊക്കെ ലെയർ ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് 5 ലെയർ ആണ്. നമ്മൾ അറ്റ്മോസ്ഫിയറിനെ 5 ലെയർ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ടിങ് വിത്ത് ഏതാണ്, ട്രോപ്പോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയർ, നമ്മൾ താഴെന്ന് ഇങ്ങനെ മേലോട്ട് പോവാണെങ്കിൽ താഴെന്നാണ് മേലോട്ട് പോകേണ്ടത്. അപ്പൊ എർത്ത് നിന്ന് സ്പേസിലോട്ട് പോകുമ്പോൾ അപ്പൊ ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, മെസോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഇമേജ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഓരോ ലെയേഴ്സും എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഓരോ ലെയറിലും എന്തൊക്കെ സംഭവങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടും അതേപോലെ നമ്മളുടെ എൻവിറോൺമെന്റിനെ കുറിച്ചിട്ടും നമുക്ക് ബേസിക് ആയിട്ട് പറയാം. നമ്മൾ യൂണിറ്റിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ ഇത്രയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും നമ്മൾ ഈ 2 ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നത്. അപ്പൊ ഈ 2 ടോപ്പിക്കിന്റെയും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം, വരാൻ ചാൻസ് ഉള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ്. അപ്പം എന്താ പറയുന്നത്, നമുക്ക് ലിസ്റ്റ് 1 ഇവന്റ്സും ലിസ്റ്റ് 2 ഡേറ്റ് ഓഫ് ഒബ്സർവൻസ്. അതായത് നമുക്കറിയാം നമ്മളിപ്പോ ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിക്കുന്നതാണ്. നമ്മൾ ഓരോ ഡേയ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്കൂൾസിലൊക്കെ ആയാൽ എന്ത് ചെയ്യുന്നത്, ഒബ്സർവൻസ് ചെയ്യാറുണ്ട്. എർത്ത് ഡേ ആയാലും വാട്ടർ ഡേ ആയാലും എൻവിറോൺമെന്റ് ഡേ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ഒരു 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിനോട് മാച്ച് ആവുന്ന അതിന്റെ മന്തും അതിന്റെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഡേറ്റും. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞത് വേൾഡ് വാട്ടർ ഡേ ആണ്. സെക്കൻഡ് വേൾഡ് എർത്ത് ഡേ. തേർഡ് വേൾഡ് എൻവിറോൺമെന്റൽ ഡേ. ഫോർത്ത് എന്ന് പറഞ്ഞാൽ ആന്റി ടൊബാക്കോ ഡേ. പിന്നെ ഓപ്പോസിറ്റ് ലിസ്റ്റ് 2 ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഗൂഗിൾ ഒന്നും നോക്കാതെ എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കുക, ഒന്ന് ചെയ്ത് നോക്കാം. സോ ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത് വേൾഡ് വാട്ടർ ഡേ വരുന്നത് മാർച്ച് 22-നും വേൾഡ് എർത്ത് ഡേ വരുന്നത് ഏപ്രിൽ 22-നും
വേൾഡ് എൻവിറോൺമെന്റ് ഡേ വരുന്നത് ജൂൺ 5-നും ആന്റി ടൊബാക്കോ ഡേ വരുന്നത് 4th മെയ് 31-നാണ്. അപ്പൊ ഇങ്ങനൊരു കുറെ ഡേയ്സ് ഒക്കെ നമുക്ക് സിമിലർ ആണ്. കാരണം നമ്മളിതൊക്കെ നമ്മൾ സ്കൂൾസിലൊക്കെ ചെറുപ്പം മുതലേ ഒബ്സർവ് ചെയ്ത് വരുന്ന ഡേയ്സ് ആയതുകൊണ്ട് എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ദ മോസ്റ്റ് അബൻഡന്റ് ഗ്യാസ് പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പൊ നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ ഇസ് എ ലെയർ ഓഫ് ഗ്യാസസ് ആണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഗ്യാസസ് ഏതാന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് നോക്കാം. അതിന്റെ ആൻസർ വരുന്നത് നൈട്രജൻ ആണ്. നമ്മൾ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറഞ്ഞിട്ട് നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കണ്ടുവരുന്നത്. ഫസ്റ്റ് നൈട്രജൻ, പിന്നാണ് ഓക്സിജൻ എന്ന്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് അറേഞ്ച് ദ 5 layers ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ. Okay. Arrange the 5 layers of earth atmosphere with increasing altitude. നമ്മൾ പറഞ്ഞു നമ്മള് അറ്റ്മോസ്ഫിയറിന് 5 ലേയേഴ്സ് ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ ഫോട്ടോസ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് മൈൻഡിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഫോട്ടോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം പിന്നെ ഓരോ ലെയറും എങ്ങനെയാണെന്നുള്ളത്. 5 ലേയേഴ്സ് ആണുള്ളതെന്ന് പറഞ്ഞു. അപ്പോ നമ്മളെ ക്വസ്റ്റ്യനിലുള്ള ഓപ്ഷൻസ് ഫസ്റ്റ് തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, മെസോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. അപ്പോ ഓപ്ഷൻസ് ഇങ്ങനെയാണ് 1, 2, 3 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ മൈൻഡിൽ വെച്ചാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് തെറ്റിപ്പോവാനും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഒരു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് മൊത്തം തെറ്റും. അപ്പൊ അത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. അപ്പൊ ഫസ്റ്റ് ട്രോപ്പോസ്ഫിയർ വരുന്നു, ദെൻ പിന്നെ സ്ട്രാറ്റോസ്ഫിയർ വരുന്നു, മെസോസ്ഫിയർ വരുന്നു, തെർമോസ്ഫിയർ വരുന്നു, ആൻഡ് എക്സോസ്ഫിയർ വരുന്നു. അപ്പൊ ഈ ഓർഡറിൽ തന്നെ എന്ത് ചെയ്യാ പഠിച്ചു പോവാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ നമ്മളിപ്പോ അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോ ഡിസ്കസ് ചെയ്തത് എന്താണ് അറ്റ്മോസ്ഫിയർ എന്നും എന്താണ് എൻവിറോൺമെന്റ് എന്നുമാണ് പറഞ്ഞത്. ബട്ട് നമ്മള് പിന്നെ അത് ഡീപ്പായിട്ട് നമ്മളിവിടെ പറഞ്ഞില്ല. ജസ്റ്റ് നമ്മൾ ആ ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഡീപ്പായിട്ട് ഇതിനെ കുറിച്ചിട്ട് ഇനിയും ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ബേസിക്കലി 3 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനിയും ഡീപ്പായിട്ട് നമുക്ക് പഠിക്കേണ്ട. നമുക്ക് നമ്മളുടെ SWCന്റെ ക്ലാസ്സുകളിൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.